ഒരു യുഗം തൊഴുതാലും തീരാത്ത ദുരിതങ്ങൾ മകം തൊഴുതാലെന്ന് തീരും എന്ന പാട്ട് കേട്ടിട്ടില്ലേ? പ്രസിദ്ധമായ ചോറ്റാനിക്കര മകം ദർശനത്തിൻ്റെ പ്രാധാന്യമാണ് ഈ പാട്ടിലൂടെ അർത്ഥമാക്കുന്നത്. ഭക്തവത്സലനായ വില്ലുമംഗലം സ്വാമിയാർക്ക് ദേവി ദർശനം നൽകിയതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ചോറ്റാനിക്കര മകം തൊഴൽ എന്നാണ് ഐതിഹ്യം. ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആട്ടവിശേഷവുമാണ് കുംഭമാസത്തിലെ മകം നാളിൽ വരുന്ന മകം തൊഴൽ. ഈ ചടങ്ങ് തുടങ്ങാൻ കാരണമായ ഒരു കഥയുണ്ട്. ഇതേ കഥ തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് താഴെയായി കാണുന്ന കീഴ്ക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തിനും കാരണമായി പറയുന്നത്. ശങ്കരാചാര്യസ്വാമികളുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ പ്രകാരം ജ്യോതിയാൽ ആനയിക്കപ്പെട്ട് ഉണ്ടായ കര അത് പിന്നീട് ലോപിച്ചാണത്രേ ചോറ്റാനിക്കരയായി മാറിയത്. പണ്ട് കണ്ണപ്പൻ എന്നൊരു മലയരയൻ ഈ പ്രദേശത്ത് താമസിച്ചിരുന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവകഥകൾ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കാലശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഒരു ദിവസം പരമഭക്തനായ വില്ലുമംഗലം സ്വാമിയാർ ഇവിടുത്തെ മാഹാത്മ്യം കേട്ടറിഞ്ഞ് ഇവിടെ ദർശനത്തിനായി വരുവാനിടയായി. കുംഭമാസത്തിൽ മകം നക്ഷത്രവും പൗർണമിയും കൂടിയ ദിവസമാണ് അദ്ദേഹം ചോറ്റാനിക്കരയിലെത്തിയത്. ക്ഷേത്ര ദർശനത്തിന് മുന്നോടിയായി അദ്ദേഹം ക്ഷേത്രക്കുളത്തിൽ കുളിക്കാനിറങ്ങിയ സമയത്ത് കാലിലെന്തോ തടയുന്നതായി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ അത് ജലത്തിൽ നിന്നും എടുത്തു നോക്കിയപ്പോൾ വിശിഷ്ടമായ ഒരു ഭദ്രകാളി വിഗ്രഹമായിരുന്നു. അങ്ങനെ അദ്ദേഹവും ശിഷ്യഗണങ്ങളും കൂടി ആ വിഗ്രഹം കുളത്തിൻ്റെ കരയിലായി പടിഞ്ഞാറോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചു. അങ്ങനെയാണ് കീഴ്ക്കാവ് ഭദ്രകാളി ക്ഷേത്രം പിറവിയെടുത്തത്. ഐതിഹ്യമനുസരിച്ച് വില്ലുമംഗലം സ്വാമിയാർ കണ്ണപ്പൻ്റെ പുനർജന്മവുമാണ്. ഈ കഥ വിശദമായി വീഡിയോയുടെ ഇടയിൽ പറയാം. ഭദ്രകാളി പ്രതിഷ്ഠയ്ക്ക് ശേഷം മേൽക്കാവിലേക്ക് നോക്കിയ സ്വാമിയാർ കണ്ടത് അത്ഭുതകരമായ ഒരു ദൃശ്യമാണ്. അന്ന് ഈ സംഭവങ്ങൾ അത്രയും നടന്നത് കുംഭമാസത്തിലെ മകം നാളിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് മിഥുനം ലഗ്നത്തിലായിരുന്നു. ഈ ഒരു ഐതിഹ്യത്തിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് മകം തൊഴലിനായി ഉച്ചയ്ക്ക് നട തുറക്കുന്നതും. മകം തൊഴൽ വേളയിൽ ഭഗവതിയെ മനമൊരുക്കി പ്രാർത്ഥിച്ചാൽ ഏത് കാര്യവും നടക്കുമെന്നാണ് വിശ്വാസം. മംഗല്യഭാഗ്യത്തിനും സുമംഗലികൾക്ക് ദീർഘസുമംഗലികളാകാനും സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളുണ്ടാകാനും മകം തൊഴൽ വിശേഷമാണ്. ഉത്സവത്തിൻ്റെ 7ാം ദിനമായ മകനാളിൽ രാവിലത്തെ പൂജകൾക്ക് ശേഷം നടയടയ്ക്കും. പിന്നീട് മേൽശാന്തിമാർ ദേവിയെ അണിയിച്ചൊരുക്കും. ഏറ്റവും വിശിഷ്ടമായ തങ്ക ഗോളകയായിരിക്കും ദേവിക്ക് ചാർത്തുക. സാധാരണ ദിവസങ്ങളിൽ ദേവിക്ക് ചാർത്തുന്ന ഗോളകയിൽ ഇടത് കൈ കൊണ്ടാണ് ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നത്. എന്നാൽ മകം നാളിൽ വലത് കൈ കൊണ്ടാണ് ഭഗവതി അനുഗ്രഹം ചൊരിയുക. വലത് കൈ കൊണ്ട് അനുഗ്രഹം ചൊരിയുന്ന ദേവിയെ ദർശിക്കുന്നത് അഭീഷ്ടകാര്യസിദ്ധിക്ക് ഏറെ ഉത്തമവുമാണ്. പുതിയ ഉടയാടകളും വിശേഷപ്പെട്ട ആഭരണങ്ങളും അണിഞ്ഞ് സർവാലങ്കാരഭൂഷിതയായി തേജോമയമായ ദേവീ വിഗ്രഹം കണ്ടു തൊഴാനായി ലക്ഷക്കണക്കിന് ഭക്തരാണ് അന്നേ ദിവസം ക്ഷേത്രത്തിലെത്തുക. ഉച്ചയ്ക്ക് കൃത്യം 2 മണിക്ക് തന്നെ മകം തൊഴലിനായി ദേവിയുടെ തിരുനട തുറക്കും. പ്രഭ ചൊരിയുന്ന ദേവീ വിഗ്രഹം കൺകുളിർക്കെ കണ്ട് ദേവിക്ക് മുൻപിൽ സകല ദുഃഖങ്ങളും കഴുകിക്കളയാൻ ഭക്തർ എല്ലാം മറന്നു നിൽക്കും. നട തുറക്കുന്നതോടെ ഭക്തലക്ഷങ്ങളുടെ കണ്ഠങ്ങളിൽ നിന്ന് അമ്മേ നാരായണ ദേവീ നാരായണ എന്ന മന്ത്രങ്ങൾ മുഴങ്ങും. ഒരു വർഷത്തെ കാത്തിരിപ്പിൻ്റെ സാഫല്യം. ഈ ക്ഷേത്രത്തെപ്പറ്റി വിശദമായ ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ടെങ്കിലും മകം തൊഴലിനായി ആദ്യമായി ക്ഷേത്രത്തിലെത്തുന്നവർക്ക് മനസ്സിലാക്കുവാനായി കുറച്ച് കഥകൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തുകയാണ്. അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ എന്നുള്ള ദേവിയുടെ ശരണമന്ത്രം കേട്ടിട്ടില്ലേ? കേരളത്തിലെ എല്ലാ ദേവീക്ഷേത്രങ്ങളിലും ഈ ശരണമന്ത്രം ഭക്തജനങ്ങൾ ചൊല്ലുമെങ്കിലും അത് യഥാർത്ഥത്തിൽ ചോറ്റാനിക്കര ഭഗവതിയെ ഉദ്ദേശിച്ചുള്ളതാണെന്ന് വളരെ കുറച്ച് പേർക്കേ അറിയുകയുള്ളൂ. ഭഗവതി സൗമ്യസുന്ദരമായ രൂപത്തിൽ മഹാവിഷ്ണുവിനൊപ്പമാണ് ഇവിടെ കുടികൊള്ളുന്നത്. അതിനാലാണ് ഇവിടെ ലക്ഷ്മി നാരായണ സങ്കല്പം കൂടി കടന്നു വരുന്നത്. അതുപോലെ തന്നെ കീഴ്ക്കാവിൽ ഭദ്രകാളിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ഐക്യത്തെയാണ് ഈ മന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മഹാപ്രപഞ്ചത്തിൻ്റെ നിലനിൽപ്പ് പോലും പ്രകൃതി പുരുഷ ഐക്യത്തിലൂടെ ഉണ്ടാകുന്ന ആ ഒരു ചൈതന്യത്തിൽ നിന്നുമാണ്. 3 ഭാവങ്ങളിലാണ് ഭഗവതിയുടെ ആരാധിച്ചു വരുന്നത്. വെള്ള വസ്ത്രം ധരിച്ച് വിദ്യാസ്വരൂപിണിയായ മഹാസരസ്വതിയായി പ്രഭാതത്തിലും മഹാലക്ഷ്മിയായി ഉച്ചയ്ക്കും ദുർഗാപരമേശ്വരിയായി വൈകുന്നേരവും ആരാധിക്കുന്നു. സ്വയംഭൂവായ പ്രതിഷ്ഠയാണ്. പ്രകൃത്യ ഉണ്ടായതായ സ്ഥിരമായ ആകൃതിയില്ലാത്ത രുദ്രാക്ഷശിലയിലുള്ള വിഗ്രഹമാണ്. ഈ വിഗ്രഹം ഉറച്ചിരിക്കുന്നത് മണലിലുമാണ്. ദേവിയുടെ തൊട്ടടുത്തായി ഒരേ പീഠത്തിൽ മറ്റൊരു ശിലാഖണ്ഡവും കാണാം. അത് മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് ശക്തമായ ലക്ഷ്മി നാരായണ സങ്കല്പവും ഇവിടെ കടന്നു വരുന്നത്. സ്വയംഭൂശിലയുടെ മുൻപിൽ സ്വർണ്ണഗോളക ചാർത്തിയിട്ടുണ്ടാവും. രത്നപീഠത്തിൽ കാലുകൾ രണ്ടും താഴേക്ക് തൂക്കിയിരിക്കുന്ന ചക്രവും ശംഖും അഭയവരതങ്ങളും ധരിച്ച ചതുർബാഹുവായ സ്വരൂപമാണ് ദേവിക്ക്.
പുരാതന കേരളത്തിലെ 108 ദുർഗാലയങ്ങളിൽ ഒന്നുമാണ് ചോറ്റാനിക്കര. എത്രയായാലും വിട്ടുമാറാത്ത ശത്രുബാധകളും തീരാവ്യാധികളും മാനസിക പ്രശ്നങ്ങളും ദേവി പരിഹരിക്കും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒട്ടേറെ ഭക്തജനങ്ങൾ ഇവിടെ ഭജനത്തിനായി എത്താറുമുണ്ട്. 41 ദിവസം ഭജനമിരുന്നാൽ മാറാ രോഗങ്ങൾ ഒഴിഞ്ഞു പോകുമെന്നാണ് വിശ്വാസം. എന്തിന്, കുഷ്ഠരോഗം പോലും ഈ ക്ഷേത്രത്തിലെ ഭജനത്തിന് ശേഷം ഭേദമായതായി ഐതിഹ്യങ്ങൾ പറയുന്നു. നമുക്ക് ദേവിയുടെ കുറച്ച് കഥകൾ കൂടി ഒന്ന് കേൾക്കാം. അദ്വൈത സിദ്ധാന്തത്തിൻ്റെ പ്രചരണാർത്ഥം ഭാരതം മുഴുവനും ചുറ്റി സഞ്ചരിക്കുന്ന സമയത്താണ് ആദി ശങ്കരാചാര്യസ്വാമികൾക്ക് സ്വന്തം നാടായ കേരളത്തിൽ വിദ്യാദേവതയായ മഹാസരസ്വതി സാന്നിധ്യമുള്ള ഒരു ക്ഷേത്രം വേണമെന്ന ആഗ്രഹമുണ്ടാകുന്നത്. അങ്ങനെ അദ്ദേഹം ഈ ആഗ്രഹപൂർത്തിക്കായി മൈസൂറിലെ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ പോയി ഭജനം ആരംഭിച്ചു. ഏറെക്കാലത്തെ കഠിനമായ ഭജനത്തിനൊടുവിൽ അദ്ദേഹത്തിന് മുൻപിൽ മഹാസരസ്വതി പ്രത്യക്ഷയാവുകയും ഭഗവതിയോട് അദ്ദേഹം തൻ്റെ ആഗ്രഹം ഉണർത്തുകയും ചെയ്തു. പക്ഷേ തൻ്റെ വാസസ്ഥാനമായ ചാമുണ്ടേശ്വരി ക്ഷേത്രം വിട്ടുപോവാൻ ഭഗവതി ആദ്യം വിസമ്മതിച്ചെങ്കിലും ആചാര്യസ്വാമികളുടെ ആഗ്രഹമനുസരിച്ച് ഒടുവിൽ ഭഗവതി പ്രസാദിക്കുക തന്നെ ചെയ്തു. എൻ്റെ ഒരു അംശം നിൻ്റെ കൂടെ ഉണ്ടാവും, പക്ഷേ ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ അപ്പോൾ തന്നെ ഞാൻ തിരിച്ചു പോരും എന്ന ഒരു നിബന്ധനയും ദേവി അദ്ദേഹത്തിന് മുൻപിൽ വെച്ചു. ഇതനുസരിച്ച് ദേവി ആചാര്യസ്വാമികളെ അനുഗമിച്ചു തുടങ്ങി. യാത്രാവേളയിൽ ഒരു പ്രദേശമെത്തിയപ്പോൾ പുറകിൽ ദേവിയുടെ കാലശ കേൾക്കാതായി. നിബന്ധന മറന്ന് തിരിഞ്ഞു നോക്കിയ ശങ്കരാചാര്യർ കണ്ടത് ദേവി അവിടെ കുടിയിരിക്കുന്നതായിട്ടാണ്. ആ സ്ഥലമാണത്രേ പിൽക്കാലത്ത് പ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രമായി മാറിയത്. ഈ കാഴ്ച കണ്ട് ഏറെ വിഷമിച്ച ശങ്കരാചാര്യർ വീണ്ടും പ്രാർത്ഥന തുടങ്ങി. അങ്ങനെ ദേവിയുടെ അരുളപ്പാടുണ്ടായി, ഇനി എനിക്ക് ഇവിടെ നിന്നും വരാനാവില്ല. നിർബന്ധമാണെങ്കിൽ ശങ്കരൻ്റെ നാട്ടിലെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിൽ രാവിലെ നട തുറക്കുമ്പോൾ തൻ്റെ സാന്നിധ്യം ഉണ്ടാവുമെന്നും അവിടുത്തെ നിർമാല്യവും ഉഷപൂജയും കഴിഞ്ഞേ താൻ കൊല്ലൂരിലെത്തുകയുള്ളൂ എന്നും പ്രഭാതത്തിൽ അവിടെ എത്തി തന്നെ ദർശിക്കുന്നവർക്ക് സർവാഭീഷ്ടസിദ്ധിയും വിദ്യാലബ്ധിയും ഉണ്ടാവുമെന്നും ഭഗവതി അനുഗ്രഹിച്ചു. അങ്ങനെ ശങ്കരാചാര്യസ്വാമികൾ മൂകാംബികാദേവിയുടെ ജ്യോതിയും ആനയിച്ചു കൊണ്ടുവന്ന സ്ഥലം എന്ന അർത്ഥത്തിൽ ജ്യോതി ആനയിച്ച കര എന്നും പിൽക്കാലത്ത് ചോറ്റാനിക്കര എന്നും ഈ പ്രദേശത്തിന് പേരുണ്ടായി അത്രേ. ഐതിഹ്യത്തിന് ഉപോത്ബലകമായി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്നും മൂകാംബികയിൽ രാവിലെ 5 മണിക്കാണ് നട തുറക്കുന്നത്. ചോറ്റാനിക്കരയിൽ 4 മണിക്ക് നട തുറന്ന് നിർമാല്യവും ഉഷപൂജയും കഴിഞ്ഞാണ് ഇത് നടക്കുന്നത്. ക്ഷേത്രോൽപ്പത്തിയുടെ കഥ കൂടി ഒന്ന് കേൾക്കാം. പണ്ട് ഇന്ന് ഈ ക്ഷേത്രമിരിക്കുന്ന ഭാഗം കൊടും വനമായിരുന്നു. ആദിവാസികളായ മലയരയന്മാരുടെ വാസഭൂമി. മൃഗങ്ങളെ വേട്ടയാടിയും കായ്കനികൾ ഭക്ഷിച്ചും കഴിഞ്ഞിരുന്ന അവർ തങ്ങളുടേതായ രീതിയിൽ പരാശക്തിയെയും ആരാധിച്ചു പോന്നിരുന്നു. അക്കാലത്ത് ഇവരുടെ നേതാവായി കണ്ണപ്പൻ എന്നൊരാളുണ്ടായിരുന്നു. അതിദുഷ്ടനും ക്രൂരനുമായിരുന്ന ഇയാൾ അയൽഗ്രാമങ്ങളിൽ പോയി പശുക്കളെ മോഷ്ടിച്ചു കൊണ്ടുവരികയും അതിൽ ലക്ഷണമൊത്ത ഒരു പശുവിനെ കാളിക്ക് ബലി കൊടുക്കുകയും അതിൻ്റെ മാംസം അനുചരന്മാർക്ക് വീതിച്ചു കൊടുക്കുന്നതുമൊക്കെ പതിവായിരുന്നു. കണ്ണപ്പന് ഒരു ഭാര്യയും മകളും ഉണ്ടായിരുന്നു. അധികം താമസിയാതെ ഭാര്യ മരിച്ചുപോയി. മകൾക്ക് അച്ഛൻ്റെ പ്രവൃത്തികളോടും മൃഗബലിയോടുമൊക്കെ എതിർപ്പായിരുന്നുവെങ്കിലും ഉഗ്രപ്രതാപിയായ അച്ഛനെ തിരുത്താൻ അവൾക്ക് ഭയമായിരുന്നു. കുട്ടിക്ക് മൃഗങ്ങളോടൊക്കെ വലിയ സ്നേഹവുമായിരുന്നു. ഒരിക്കൽ ഇവരുടെ കുടിലിൻ്റെ സമീപത്തേക്ക് അതീവ തേജസ്സുള്ള ഒരു പശുക്കുട്ടി കടന്നു വരാനിടയായി. കണ്ണപ്പൻ്റെ മകൾ ഈ പശുക്കുട്ടിയെ വിളിച്ചുകൊണ്ടുപോയി ഓമനിച്ചു വളർത്താനും തുടങ്ങി. ഇതൊക്കെ കണ്ട കണ്ണപ്പനും പതിയെ മാനസാന്തരം വന്നു തുടങ്ങി. അയാളും ആ പശുക്കുട്ടിയെ സ്നേഹിച്ചു തുടങ്ങി. കണ്ണപ്പൻ്റെ ഈ മാറ്റം അനുചരന്മാരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവരിലും ഇത് കാലക്രമേണ മാറ്റമുണ്ടാക്കി. പക്ഷേ മൃഗബലി അപ്പോഴും തുടർന്നു പോന്നിരുന്നു. ഒരിക്കൽ മൃഗബലിക്കായി പശുവിനെ കിട്ടാതെ വന്നപ്പോൾ ഗത്യന്തരമില്ലാതെ തൻ്റെ മകൾ ഓമനിച്ചു വളർത്തുന്ന ആ പശുക്കുട്ടിയെ തന്നെ ബലി കൊടുക്കാൻ തീരുമാനിക്കേണ്ടി വന്നു. വിവരമറിഞ്ഞ മകൾ കരഞ്ഞുകൊണ്ട് കണ്ണപ്പനോട് പറഞ്ഞു, ആ പശുക്കുട്ടിക്ക് പകരം തന്നെ തന്നെ ബലി കൊടുത്തോളൂ. തൻ്റെ പ്രിയപുത്രിയുടെ വാക്കുകൾ കേട്ട കണ്ണപ്പൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ദുഃഖിതനായ അയാൾക്ക് മാനസാന്തരം വരികയും മൃഗബലി അയാൾ എന്നത്തേക്കുമായി ഉപേക്ഷിക്കുകയും ചെയ്തു. തുടർന്നുള്ള കാലം സമാധാനമായി പശുവിനെ വളർത്തലും കായ്കനികൾ തേടലുമൊക്കെയായി മകളുടെ കൂടെ കഴിഞ്ഞു വന്നു. പക്ഷേ പൂർവകർമ്മത്തിൻ്റെ ഫലമെന്നോണം പെട്ടെന്നൊരു ദിവസം കണ്ണപ്പൻ്റെ ഓമനയായ ആ മകൾ മരിച്ചുപോയി. ഈ സംഭവം അയാളെ ഏറെ ദുഃഖിതനാക്കി. ഒരു ദിവസം രാത്രിയിൽ അയാൾ വിചിത്രമായൊരു സ്വപ്നം കണ്ടു. തൻ്റെ തൊഴുത്തിൽ കെട്ടിയിരിക്കുന്ന പശു ഒരു കല്ലായി മാറിയിരിക്കുന്നു. കൂടെ തൊട്ടടുത്തായി മറ്റൊരു കല്ലുമുണ്ട്. പിറ്റേ ദിവസം ഉണർന്നെണീറ്റ കണ്ണപ്പൻ രാവിലെ തൊഴുത്തിൽ പോയി നോക്കുമ്പോൾ
താൻ രാത്രിയിൽ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമായതായി കണ്ടു. പശു നിന്നിരുന്ന സ്ഥാനത്തായി ഒരു വലിയ ശിലയും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു ചെറിയ ശിലയും. കാര്യമെന്തെന്ന് മനസ്സിലാക്കാതെ അയാൾ അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു ദിവ്യ സന്യാസി കടന്നു വന്ന് കണ്ണപ്പനോട് ഇങ്ങനെ പറഞ്ഞു: കണ്ണപ്പ, നീ ഒരു പുണ്യപുരുഷനാണ്. ഇപ്പോൾ കുറച്ചു നാളായുള്ള നിന്റെ പ്രവൃത്തികൾ പൂർവകർമ്മത്തിലെ പാപം കുറയ്ക്കാൻ ഇടയായിരിക്കുന്നു. നിന്റെ കൂടെ ഇത്രയും കാലം ഉണ്ടായിരുന്ന ആ പശുക്കുട്ടി സാക്ഷാൽ മഹാലക്ഷ്മിയാണ്. ദേവി നിന്നിൽ പ്രസാദിച്ച് ഇവിടെ കുടിയിരുന്നു കഴിഞ്ഞു. അടുത്ത് കാണുന്ന മറ്റൊരു ശിലാഖണ്ഡം സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യവുമാണ്. നിത്യവും നീ ഇവിടെ ആരാധന നടത്തുക. കാലാന്തരത്തിൽ ഇതൊരു മഹാക്ഷേത്രമായി ഉയർന്നു വരും. അന്ന് നിന്റെ ഈ ജന്മത്തിലെ പുണ്യം കാരണം ഇവിടെ വീണ്ടും വരുവാനും ലക്ഷ്മീനാരായണന്മാരെ നേരിട്ട് ദർശിക്കുവാനുമുള്ള അവസരമുണ്ടാവും. ഇതും പറഞ്ഞ് ആ സന്യാസി അപ്രത്യക്ഷനാവുകയും ചെയ്തു അത്രേ. ഈ കണ്ണപ്പനാണത്രേ വില്ലുമംഗലം സ്വാമിയാരായി പിന്നീട് പുനർജനിച്ചത്. കണ്ണപ്പൻ്റെ കഥകൾക്ക് ശേഷം നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് കൊടും വനപ്രദേശമായി മാറിയ ഈ പ്രദേശത്ത് നിന്ന് വിഗ്രഹം കണ്ടെത്തുകയും ദേവീ ചൈതന്യം തിരിച്ചറിയുകയും ചെയ്തു. ആദ്യം ആ സമയത്ത് ദേവിക്ക് ഒരു ചിരട്ടയിലാണത്രേ നിവേദ്യം സമർപ്പിച്ചത്. അതുകൊണ്ടാവാം രാവിലത്തെ നിവേദ്യം വെള്ളി കെട്ടിയ ചിരട്ടയിലാണ് ഇന്നും നൽകുന്നത്. ഈ ചിരട്ടയിൽ നിവേദ്യം വഴിപാടായി നിശ്ചയിക്കുന്നതും വളരെ വിശേഷമാണ്. അങ്ങനെ അധികം താമസിയാതെ പഞ്ചപ്രാകാരങ്ങളോടുകൂടിയ ഒരു മഹാക്ഷേത്രം കാലാന്തരത്തിൽ ഇവിടെ ഉയർന്നു വരികയും വിശ്വപ്രസിദ്ധമാവുകയും ചെയ്തു. അക്കാലത്ത് സ്വദേശികളായിരുന്ന 9 ഇല്ലക്കാർ ഈ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പുകാരുമായി. എടാട്ട് എന്നൊരു ഇല്ലത്തെ നമ്പൂതിരിയാണ് ശാന്തിക്കാരനായി വന്നതും. പിൽക്കാലത്ത് ഈ ക്ഷേത്രം കൊച്ചി രാജകുടുംബത്തിൻ്റെ അധീനതയിലേക്ക് വരികയും രാജഭരണത്തിന് ശേഷം കൊച്ചിൻ ദേവസ്വം ബോർഡ് ഏറ്റെടുക്കുകയും ചെയ്തു. ഇന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലാണ് ക്ഷേത്രകാര്യങ്ങൾ നടന്നു വരുന്നത്. ഇന്ന് ചോറ്റാനിക്കരമ്മയുടെ ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തായിരുന്നു അത്രേ കണ്ണപ്പൻ്റെ കുടിൽ സ്ഥിതി ചെയ്തിരുന്നത്. ക്ഷേത്രത്തിൻ്റെ തെക്ക് ഭാഗത്തായി ശ്രീമൂലസ്ഥാനമായി ഒരു പവിഴമല്ലിത്തറ കാണാം. അത് അവരുടെ തൊഴുത്തു നിന്നിരുന്ന ഭാഗമാണത്രേ. ഭഗവതി സാന്നിധ്യമുണ്ടായ അതേ സ്ഥലം. ഇവിടെ കുടികൊണ്ട വിഗ്രഹങ്ങൾ കാലക്രമേണ വടക്കോട്ട് മാറുകയായിരുന്നു എന്നും പറയുന്നുണ്ട്. ഇവിടെ ഈ തറയിൽ ഒരു പവിഴമല്ലി മരവും നിൽപ്പുണ്ട്. പ്രസിദ്ധമായ പവിഴമല്ലിത്തറമേളം നടക്കുന്നതും ഇതിനു മുൻപിൽ വെച്ചാണ്. അതുപോലെ കാളിക്ക് പശുക്കളെ ഗുരുതി കൊടുത്തിരുന്ന അതേ ഗുരുതിത്തറയിലാണത്രേ കീഴ്ക്കാവ് ഭദ്രകാളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഗുരുതി പൂജ നടത്തുന്നതിൻ്റെ പ്രാധാന്യവും ഇതുതന്നെയാണ്. പൂർവ്വകാലത്ത് നടന്നു വന്നിരുന്ന ആ ഒരു ചടങ്ങിൻ്റെ ശക്തിയും ഇവിടെ കുടികൊള്ളുന്ന ആ സാന്നിധ്യവും ഒട്ടും നിസാരവുമല്ല എന്നർത്ഥം. പവിഴമല്ലിത്തറയുടെ പുറയിലായി ഉഗ്രശക്തിയുള്ള ഒരു മഹാദേവ പ്രതിഷ്ഠയുമുണ്ട്. ബാധോപദ്രവമുള്ള ആളുകൾ മഹാദേവൻ്റെ മുന്നിലെത്തിയാൽ ഉറഞ്ഞു തുള്ളുന്നതും കാണാം. കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഇവിടെ മഹാദേവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഏറെ വർഷത്തെ പഴക്കമില്ലാത്ത ഈ കപാലീശ്വരമൂർത്തിയായ ശിവലിംഗം തിരുവാങ്കുളത്തു നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറയപ്പെടുന്നു. പ്രദോഷ പൂജ, പിൻവിളക്ക്, ധാര മുതലായവയാണ് ഇവിടെ വഴിപാട്. ശിവൻ്റെ ശ്രീകോവിലിനോട് ചേർന്ന് ഒരു ചെറിയ ശ്രീകോവിലിൽ ഒക്കത്ത് ഗണപതി എന്ന പേരിൽ ഒരു ഗണപതി പ്രതിഷ്ഠയുമുണ്ട്. ശിവൻ്റെ ശ്രീകോവിലിൻ്റെ തെക്കുവശത്തായി മേൽക്കൂരയില്ലാത്ത തറകളിൽ നാഗപ്രതിഷ്ഠകളും ജ്യേഷ്ഠാഭഗവതിയുടെയും രക്ഷസകളുടെയും ഒക്കെ പ്രതിഷ്ഠകൾ കാണാം. ഇതിൽ ജ്യേഷ്ഠാഭഗവതിയുടെ പ്രതിഷ്ഠ അങ്ങനെ അധികം എങ്ങും കണ്ടുവരാറുമില്ല. അമംഗളയായി അലക്ഷ്മിയായി കണക്കാക്കപ്പെടുന്ന ജ്യേഷ്ഠാഭഗവതി മഹാലക്ഷ്മിയുടെ മുതിർന്ന സഹോദരിയും ദേവിയുടെ മറ്റൊരു ഭാവവുമാണ്. ദാരിദ്ര്യം, കലഹം, വൃത്തിക്കുറവ് എന്നിവയുടെ ദേവിയാണത്. ഇവിടെ പ്രാർത്ഥിക്കേണ്ടത് ജ്യേഷ്ഠാഭഗവതിയോട് ഭവനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു പോവാനാണ്. ഒരുപക്ഷെ ജ്യേഷ്ഠാഭഗവതിയുടെ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രവും ചോറ്റാനിക്കര തന്നെയാവാം. കീഴ്ക്കാവിലേക്കുള്ള പടികൾ ഇറങ്ങുമ്പോൾ തെക്കുഭാഗത്തായി ഒരു ശാസ്താക്ഷേത്രം കാണാം. ദേവിയുടെ അംഗരക്ഷകൻ്റെ സ്ഥാനമാണ് ശാസ്താവിന്. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ ആദ്യകാലത്ത് ശാസ്താവ് ഉണ്ടായിരുന്നില്ല. ഇടക്കാലത്ത് വെച്ച് ധർമ്മശാസ്താവ് അമ്മയുടെ സമീപത്ത് കുടിയിരുന്നതിന് പിന്നിൽ ഒരു ഐതിഹ്യവും പറയുന്നുണ്ട്. ഐതിഹ്യപ്രകാരം ഈ ശാസ്താവ് ശങ്കരാചാര്യരുടെ മാതൃകുടുംബമായ മേൽപ്പാഴൂർ മനയിലാണ് കുടികൊണ്ടിരുന്നത്. പണ്ട് ഒരു ഉത്സവകാലത്ത് പറയെടുപ്പിന് വേണ്ടി ചോറ്റാനിക്കര അമ്മയെ മേൽപ്പാഴൂർ ഇല്ലത്തേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുപോയി. എന്നാൽ കുറേ തെമ്മാടികൾ ഇടയ്ക്ക് വെച്ച് വഴി തടഞ്ഞു നിർത്തി നെല്ലും പണവും അപഹരിക്കാൻ ശ്രമിച്ചു. അമ്മയുടെ ശക്തി ചൈതന്യം കൊണ്ട് ഒന്നും നടന്നില്ല എന്ന് മാത്രം. എന്നാൽ ആളുകളാകെ പരിഭ്രാന്തരായിരുന്നു. അവർ മേൽപ്പാഴൂർ ഇല്ലത്തെ നമ്പൂതിരിയെ കാര്യം ബോധിപ്പിച്ചു. നമ്പൂതിരി കണ്ടെത്തിയ പരിഹാരമാർഗം സ്വന്തം ദേവാരമൂർത്തിയായ ധർമ്മശാസ്താവിനെ ചോറ്റാനിക്കര അമ്മയ്ക്ക് അകമ്പടി സേവിച്ച് പറഞ്ഞയക്കുക എന്നതായിരുന്നു. അതുപ്രകാരം അദ്ദേഹം മേൽപ്പാഴൂരിലത്ത് കുടിവയ്ക്കപ്പെട്ടിരുന്ന ധർമ്മശാസ്താവിനെ ആവാഹിച്ച് ആനപ്പുറത്തിരുത്തി ചോറ്റാനിക്കര അമ്മയ്ക്ക് അകമ്പടി സേവിച്ച് പറഞ്ഞയച്ചു.
ചോറ്റാനിക്കരയിലെത്തിയ ധർമ്മശാസ്താവ് അവിടുത്തെ പവിത്രമായ അന്തരീക്ഷത്തിൽ ലയിച്ച് മടങ്ങിപ്പോകാൻ കൂട്ടാക്കിയില്ല. ശാസ്താവിൻ്റെ താല്പര്യമറിഞ്ഞ ദേവി ശാസ്താവിന് നാലമ്പലത്തിന് പുറത്ത് കുടികൊള്ളാൻ അവസരം കൊടുത്തു. അതുപ്രകാരം അവിടെ ഒരു ക്ഷേത്രം പണിത് ധർമ്മശാസ്താവിനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. കൃഷ്ണശിലയിൽ നിർമ്മിച്ച പൂർണ്ണ പുഷ്കല സമേതനായ ശാസ്താവിൻ്റെ വിഗ്രഹമാണിത്. ദേവിയുടെ ആശ്രിതനും അംഗരക്ഷകനുമാണ് ശാസ്താവ്. ഉച്ചപൂജയ്ക്ക് നടയടയ്ക്കുമ്പോൾ ബാധ ആവേശിച്ചവരെ കൊണ്ട് ഉറഞ്ഞുതുള്ളി സത്യം ചെയ്യുകയും പ്രായശ്ചിത്തം ചൊല്ലിക്കുകയും ചെയ്യുന്നത് ധർമ്മശാസ്താവിൻ്റെ തിരുനടയിലാണ്. ധർമ്മശാസ്താവിൻ്റെ തിരുനടയിൽ വെച്ച് സത്യം ചെയ്ത് ആണിയടിച്ചൊഴിക്കുന്ന ബാധകൾ നിരവധിയാണ്. കടുത്ത ബാധകളെ കീഴ്ക്കാവിലമ്മയ്ക്ക് വിട്ടുകൊടുക്കുകയും അവിടെ വെച്ച് ഉറഞ്ഞുതുള്ളി ആൽമരത്തിൽ ആണിയടിച്ചു കയറ്റി ബാധകൾ വിട്ടൊഴിക്കുകയും ചെയ്യുന്നത് നിത്യസംഭവമായിരുന്നു. പക്ഷേ ഇതുപോലുള്ള ചടങ്ങുകൾ ഇപ്പോഴും നടക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. ഇവിടെ നിന്നും പടികൾ ഇറങ്ങിയാൽ കീഴ്ക്കാവിലേക്കെത്താം. ക്ഷേത്രത്തിന് മുൻപിലായി ഒരു കുളവുമുണ്ട്. 108 ദുർഗാലയങ്ങളുടെ പട്ടികയിൽ ഈ ക്ഷേത്രത്തെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഭഗവതിയെ പ്രതിഷ്ഠിച്ചത് യതിവര്യനായ സാക്ഷാൽ വില്ലുമംഗലം സ്വാമിയാരാണ്. ശ്രീകോവിലിന് തൊട്ടു വടക്കുഭാഗത്തായി ഒരു വലിയ പാലമരമുണ്ട്. ഈ പാലമരത്തിലാണ് ക്ഷേത്രത്തിൽ ഗുരുതി നടക്കുന്ന സമയത്ത് തുള്ളി ഉറയുന്ന ഒഴിയാബാധകൾ ദേവിയുടെ തിരുനടയിൽ സത്യം ചെയ്ത് ആണിയടിച്ച് ബന്ധിക്കപ്പെടുന്നത്. ആണിയടിക്കാൻ പഴുതില്ലാത്ത വിധം ലക്ഷക്കണക്കിന് ആണികളും ഇരുമ്പ് തകിടുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ആ പാലമരച്ചൂട്. മേൽക്കാവിലെ അത്താഴപൂജ കഴിഞ്ഞ് നടയടച്ചതിന് ശേഷം അവിടുത്തെ മേൽശാന്തി വന്ന് കീഴ്ക്കാവിൽ ഗുരുതി നടത്തുന്നു. ആദ്യകാലങ്ങളിൽ ഗുരുതി ക്ഷേത്രത്തിൽ നിന്ന് നേരിട്ട് നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഭക്തജനങ്ങൾക്ക് ഷീട്ടാക്കി ഗുരുതി നടത്താവുന്നതുമാണ്. പണം ദേവസ്വത്തിലടച്ച് ഷീട്ടാക്കിയാലും ഏറെ നാൾ കാത്തിരിക്കണം. ചോറ്റാനിക്കരയിലെ ഏറ്റവും പ്രാധാന്യമേറിയ വഴിപാടാണ് ഗുരുതി. 3 മുതൽ 12 പാത്രം വരെയുള്ള ഗുരുതികൾ ഇവിടെ വഴിപാടായി നടത്തിവരുന്നു. പ്രധാനമായും ക്ഷേത്രത്തിൽ ഗുരുതി നടക്കുമ്പോഴാണ് ബാധാമൂർത്തികൾ ഉറഞ്ഞുതുള്ളി പാലമരത്തിൽ കയ്യിൽ പിടിച്ച നാളികേരം കൊണ്ടും നെറ്റികൊണ്ടും ആണിയടിച്ച് കയറ്റി ബാധയൊഴിഞ്ഞ് ശാന്തി നേടുന്നത്. രാത്രിയിൽ നടക്കുന്ന ഗുരുതി പൂജ ദർശിക്കാനായി ഭക്തജനങ്ങൾ ധാരാളമുണ്ടാവും. കേരളത്തിൽ മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്ത ഒരു അത്ഭുതവുമാണിത്. ഇവിടുത്തെ ഗുരുതി പൂജയും ബാധ ഒഴിപ്പിക്കലും. ബാധ കയറി കലിതുള്ളിയെത്തുന്ന ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ ഭജനമിരുന്ന് പൂജകളൊക്കെ തൊഴുത് ഗുരുതി പൂജയിൽ പങ്കെടുത്ത് ഉറഞ്ഞുതുള്ളി പാലമരത്തിൽ ആണിയടിച്ച് കയറ്റി ബാധയൊഴിഞ്ഞ് ശാന്തരായി മടങ്ങുന്നത് തികച്ചും ഒരു അത്ഭുത കാഴ്ച തന്നെയാണ്. വൈദ്യശാസ്ത്രം കൈയൊഴിയുന്ന മനോവിഭ്രാന്തികൾ കടിമപ്പെട്ട ചില ഭക്തന്മാർ ഒടുവിലെത്തിച്ചേരുന്നത് ചോറ്റാനിക്കരയിലാണ്. ബാധാമൂർത്തികളെ ചോറ്റാനിക്കര അമ്മ തന്നെ അവിടേക്ക് വിളിച്ചു വരുത്തുകയാണത്രേ. എന്തായാലും ഇത്തരമൊരു കാഴ്ച ചോറ്റാനിക്കരയിൽ മാത്രമേ കാണാൻ കഴിയൂ. പണ്ട് അയിനിക്കാട് നമ്പൂതിരി ഇല്ലത്ത് വെച്ച് പൂജിച്ച് ആരാധിച്ചിരുന്ന ഒരു ദേവി വിഗ്രഹമായിരുന്നു അത്ര ഇത്. അവസാന കാലത്തെ ഏതോ ഒരു നമ്പൂതിരി വിഗ്രഹമെടുത്ത് കുളത്തിലെറിഞ്ഞതാകാനും സാധ്യതയുണ്ട്. അങ്ങനെയാണ് വില്ലുമംഗലം സ്വാമിയാർക്ക് ഇവിടുത്തെ വിഗ്രഹം കുളത്തിൽ നിന്ന് കിട്ടുന്നതും. ഭദ്രകാളി പ്രതിഷ്ഠയ്ക്ക് ശേഷം വില്ലുമംഗലം സ്വാമിയാർ ഭഗവതിയുടെ മഹത്വങ്ങളെക്കുറിച്ചും മാഹാത്മ്യങ്ങളെക്കുറിച്ചും ഭക്തജനങ്ങൾക്ക് വിവരിച്ചു കൊടുത്തു. സനാതനധർമ്മമനുസരിച്ചുള്ള പൂജാവിധികളും ചിട്ടപ്പെടുത്തി. വില്ലുമംഗലം സ്വാമിയാരുടെ കാലഘട്ടം കണക്കാക്കുകയാണെങ്കിൽ ഏതാണ്ട് 800 വർഷത്തോളം പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ട്. ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ അഭിഷേകജലം കൊണ്ടും പൂജാവിധികൾ കൊണ്ടും പവിത്രമായ ദേവീസ്പർശനമേറ്റ മണ്ണ് നിറച്ച ഏലസ് ധരിച്ചാൽ ഏത് കൊടും ബാധയിൽ നിന്ന് പോലും സംരക്ഷണം ലഭിക്കുമെന്ന് ദേവീഭക്തന്മാർ വിശ്വസിച്ചു വരുന്നു. ക്ഷേത്രത്തിൽ നിന്നും കുറച്ചു വടക്കു മാറി ഓണക്കുറ്റിച്ചിറ എന്നൊരു തീർത്ഥക്കുളമുണ്ട്. ഇതിൻ്റെ കരയിൽ വനദുർഗയുടെ ഒരു പ്രതിഷ്ഠയും കാണാം. ഇവിടെ പ്രത്യേകം ഒരു ശ്രീകോവിലൊന്നുമില്ല. അരൂപമായ ഒരു ശിലയിലാണ് വനദുർഗ സാന്നിധ്യമായിരിക്കുന്നത്. ആദിമകാലത്തെ പ്രകൃതി ആരാധനയുടെ ശേഷിപ്പുകളാണിത്. സാധാരണയായി ചോറ്റാനിക്കരയിലെത്തുന്ന ഭക്തജനങ്ങൾ ഓണക്കുറ്റിച്ചിറയിലെത്തി ദേവിയെ ദർശിക്കുന്ന പതിവില്ല. എന്നാൽ ഇവിടെ കാണുന്ന തീർത്ഥകുളത്തിന് പ്രാധാന്യമുള്ളതായിട്ടാണ് പറയുന്നത്. ഇവിടെ 2 കുളങ്ങളുണ്ട്. ഒന്ന് വൃത്താകൃതിയിലും മറ്റൊന്ന് ചതുരാകൃതിയിലുമുള്ളതാണ്. ഒന്നിലെ ജലം മറ്റേതിലേക്ക് ഒഴുകിപ്പോകത്തക്ക വിധം രണ്ടും ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്തതായ ചില പ്രത്യേകതകൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിലുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു അത്ഭുതമായും ഭക്തജനങ്ങൾ കരുതിപ്പോരുന്നു. ഏതൊരു ക്ഷേത്രത്തിലും വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്ത തീർത്ഥജലം വടക്ക് ഭാഗത്തുള്ള ഓവുചാൽ വഴി പുറത്തേക്ക് വരിക പതിവാണ്. എന്നാൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ എത്ര കുടം ജലം കൊണ്ട് അഭിഷേകം നടത്തിയാലും ഒരു തുള്ളി ജലം പോലും പുറത്തേക്ക് വരില്ല. അഭിഷേകം ചെയ്ത ജലം പുറത്തേക്ക് ഒഴുകാതെ നേരെ താഴ്ന്ന് ഗുഹാമാർഗം വിഗ്രഹസ്ഥാനത്തു നിന്നും 1.5 ഫർലോങ് വടക്കു ഭാഗത്തുള്ള ഓണക്കുറ്റിച്ചിറ തീർത്ഥക്കുളത്തിൽ എത്തിച്ചേരുന്നു. തീർത്ഥക്കുളം മലിനമാക്കാതെ പവിത്രമായി സങ്കല്പിച്ച് ഭക്തജനങ്ങൾ സംരക്ഷിച്ചു പോരുന്നു.
ഇവിടെ ദേവിക്കുള്ള നിവേദ്യം ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന് നിവേദിക്കുകയാണ് പതിവ്. കുംഭമാസത്തിലെ ഉത്സവകാലത്ത് ഭഗവതി ശാസ്താവിനൊപ്പം ഇവിടേക്ക് എഴുന്നള്ളാറുമുണ്ട്. പൂരനാളിൽ ഓണക്കുറ്റിച്ചിറ ഭഗവതി അടക്കമുള്ള മറ്റു ദേവിമാരും എഴുന്നള്ളി ചോറ്റാനിക്കരയിലുമെത്തും. മേൽക്കാവിൽ ഭഗവതിക്ക് ശർക്കരയുണ്ട സമർപ്പിക്കുന്നത് ഭഗവതിയുടെ ഇഷ്ട വഴിപാടുകളിലൊന്നാണ്. ഇതിന് രസീത് പോലും വേണ്ട. നമുക്ക് ശർക്കര വാങ്ങി ക്ഷേത്രത്തിൽ നേരിട്ട് സമർപ്പിക്കുകയും ആവാം. ഭഗവതിയുടെ പ്രധാന നിവേദ്യം ചതുശതമാണ്. അതുപോലെ മഹാവിഷ്ണുവിന് പാൽപ്പായസവും. പിന്നെ പട്ടും താലിയും ചാർത്തുന്നത് വിവാഹകാര്യങ്ങൾക്കും ദാമ്പത്യ പ്രശ്നങ്ങൾക്കുമൊക്കെ ഉത്തമമാണ്. മംഗല്യഭാഗ്യമാണ് ഇതിൻ്റെ പ്രധാന ഉദ്ദേശം. പിന്നെ മറ്റൊരു പ്രധാന വഴിപാടാണ് മണ്ഡപത്തിൽ പാട്ട്. പേര് പോലെ തന്നെ മണ്ഡപത്തിൽ വെച്ച് നടത്തുന്ന ബ്രാഹ്മണിപ്പാട്ടാണ് ഈ ചടങ്ങ്. പുഷ്പക വിഭാഗത്തിൽപ്പെട്ട ബ്രാഹ്മണിയമ്മയാണ് ഈ ചടങ്ങ് നടത്തുന്നത്. ഇതിനോടൊപ്പം ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജ, നിറമാല, ചുറ്റുവിളക്ക്, അന്നദാനം, താഴെ ഗുരുതി പൂജ എന്നിവയും ഉണ്ടാവും. വൻ ചിലവ് വരുന്ന ഒരു വഴിപാടുമാണിത്. പിന്നെ ഭജനമിരിക്കുന്നതും വളരെ പ്രധാനമാണ്. അതുപോലെ പ്രഭാതത്തിൽ ദേവിക്ക് ദ്വാദശാക്ഷരി മന്ത്രം കൊണ്ട് പുഷ്പാഞ്ജലി കഴിക്കുന്നതും വളരെ വിശേഷമായ ഒരു വഴിപാടാണ്. ആദി ശങ്കരാചാര്യർ, ശ്രീ വില്ലുമംഗലം സ്വാമിയാർ, കാക്കശ്ശേരി ഭട്ടതിരിപ്പാട്, അയനിക്കാട് നമ്പൂതിരി, ചെമ്മങ്ങാട്ട് നമ്പൂതിരി തുടങ്ങിയ പുണ്യാത്മാക്കൾ ചോറ്റാനിക്കരയമ്മയെ ഉപാസിച്ച് മോക്ഷം നേടിയവരാണ്. തികഞ്ഞ ദേവീഭക്തനായ ചെമ്മങ്ങാട്ട് നമ്പൂതിരിക്ക് ദേവി സ്വപ്ന ദർശനത്തിലെത്തി ക്ഷേത്രത്തിൽ മുറജപം നടത്തണമെന്ന് ഉപദേശിച്ചിരുന്നു. മുറയഭിഷേകം തുടങ്ങിയതോടെ ദേവീ ചൈതന്യം 10 മടങ്ങ് വർദ്ധിക്കുകയും ചെയ്തു. പിന്നീടൊരിക്കൽ സ്വപ്ന ദർശനത്തിലൂടെ തന്നെ മൂർത്തി സ്വരൂപവും മൂലമന്ത്രത്തിന് ബീജാക്ഷരവും ദേവി തന്നെ നമ്പൂതിരിപ്പാടിന് ഉപദേശിച്ചു കൊടുത്തുവെന്നും പറയപ്പെടുന്നു. ഭക്തന്മാർ അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന മന്ത്രങ്ങൾ കൊണ്ടും ലളിതാ സഹസ്രനാമം കൊണ്ടും പഞ്ചാക്ഷര മന്ത്രങ്ങൾ കൊണ്ടും ശ്യാമളാദണ്ഡകം കൊണ്ടും സ്തുതിക്കുന്നതും തനിക്ക് ഏറെ പ്രിയമാണെന്നും ദേവി അറിയിച്ചു. ചെമ്മങ്ങാട്ട് നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരം ക്ഷേത്രത്തിൽ ഭജനമിരിക്കുന്നവർക്ക് ഉത്തമ ഫലം പെട്ടെന്ന് ലഭിക്കാൻ തുടങ്ങിയതോടെ ക്ഷേത്രത്തിൻ്റെ പ്രസിദ്ധി നാടിൻ്റെ നാനാഭാഗത്തേക്കും പ്രവഹിക്കാൻ തുടങ്ങി. ചെമ്മങ്ങാട്ട് നമ്പൂതിരി ദേവിയെ ഉപാസിച്ച് ധാരാളം കാലം ചോറ്റാനിക്കരയിൽ ഭജനമിരുന്ന് ബാധോപദ്രവങ്ങളിൽപ്പെട്ട് വലഞ്ഞു വരുന്നവരെ തൻ്റെ ദേവി ഉപാസനയിലൂടെ ചികിത്സിച്ച് ഭേദമാക്കിയിരുന്നു. ഇത്രയുമൊക്കെയാണ് ക്ഷേത്രത്തെപ്പറ്റി അത്യാവശ്യം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. ക്ഷേത്രത്തിൻ്റെ വളരെ വിശദമായൊരു വീഡിയോ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഇനിയും വിശദമാക്കുന്നില്ല. മകൻ ദർശനത്തിനായി ഇവിടെ എത്തുന്നവർക്ക് സുഖകരമായ ദർശനം സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.